ഒക്ടോബർ 15 നിങ്ങളുടെ തലവര മാറാൻ പോകുന്ന ദിവസമാണ് അല്ലേ? കാര്യം അന്നാണ് ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ PSC വിളിക്കാൻ പോകുന്നത്. ആ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി ആയിരിക്കും. ബിക്കോസ് മാസ് റിക്രൂട്ട്മെന്റ്, അതായത് ചുമ്മാ എഴുതിയാലും പണ്ട് ജോലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷകൾ, ഡിഗ്രി ലെവൽ നല്ല അടിപൊളി പോസ്റ്റുകൾ ഒന്നാണ് ഇത്. അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം പ്രിപ്പറേഷൻ ആരംഭിക്കുക. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിപ്പം പല റാങ്ക് ഹോൾഡേഴ്സ് ടോപ്പേഴ്സിനെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് അല്ലെ? ഇത്ര ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് അവരെന്നുള്ള ഇത് നോക്കി കാണുന്നുണ്ട്. പക്ഷെ PSC റാങ്ക് ഹോൾഡേഴ്സ് ഓരോരുത്തരും നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന പോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടെൻഷൻ അടിച്ച് സ്കെയർ ആയി, അല്ലെങ്കിൽ എന്താ പറയാ, എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരുന്നിട്ടുള്ള ഒരു സമയം അവർക്കും ഉണ്ട്. പക്ഷെ അവരെ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ, റാങ്ക് ഹോൾഡർ എന്നുള്ള സിറ്റുവേഷനിലേക്ക് അവർ മാറിയത്? ഒറ്റ ഡിസിഷനാ, പഠിക്കും എന്നുള്ള ഒറ്റ ഡിസിഷൻ. ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല, പഠിച്ചു തുടങ്ങും. ഇംപെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും പഠിച്ചു തുടങ്ങും. പെർഫെക്ഷനിലേക്ക് ഇവൻ എത്തിക്കോളാം എന്നുള്ള ഉത്തമ വിശ്വാസത്തിന് പുറത്ത് പാഷനേറ്റ് ആയിട്ട് അവരെടുത്ത ആ ഒരു ഡിസിഷനാണ് ഇന്ന് അവര് റാങ്ക് ഹോൾഡേഴ്സ് ആക്കിയിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. സോ ആരും ലക്കിയല്ല, കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ പുറത്ത് മാത്രമാണ് അവർ ആ റാങ്ക് ലിസ്റ്റ് ടോപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് മുമ്പായിട്ട് എല്ലാവരും ടെലിഗ്രാം ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഡിഗ്രി ലെവലിന് ഇടുന്നുണ്ട്. ഈ ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അടുത്തൊരു 6-7 മാസത്തിനുള്ളിൽ വലിയൊരു സിലബസും പ്രോബബിൾ ക്വസ്റ്റ്യൻസും ഒക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഓക്കെ. അപ്പൊ നമ്മുടെ കുറച്ചൊരു 4-5 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാണ്. ഈ പരീക്ഷ PSC എക്സാം ആയിക്കോട്ടെ, UPSC എക്സാം ആയിക്കോട്ടെ, അത് നിങ്ങളുടെ അറിവിന്റെ മാത്രം ഒരു എക്സാം അല്ല. ഇപ്പൊ റാങ്ക് 1 കിട്ടുന്ന ഒരാൾക്കും റാങ്ക് 100 കിട്ടുന്ന ഒരാൾക്കും അല്ലെങ്കിൽ റാങ്ക് 1000 കിട്ടുന്ന ഒരാൾക്കും ഒരുപക്ഷെ ഒരേ ലെവൽ ഓഫ് നോളജ് ആയിരിക്കും, അറിവായിരിക്കും. ഇവിടെ മാറ്റം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡിലാണ്, ഡിസിപ്ലിന്റെ കാര്യത്തിലാണ്, കൺസിസ്റ്റൻസിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ ഡെയിലി ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അറിവുള്ള അത്രയും കൺസിസ്റ്റന്റ് ആയി പഠിക്കാത്തൊരു വ്യക്തിയെക്കാളും റാങ്ക് ഹോൾഡർ ആവാൻ സാധ്യത ഈ ആദ്യം പറഞ്ഞ ആൾക്കാണ്. ഞാൻ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം പഠിച്ച് നമ്മൾ കുറേ കണ്ടന്റ് ഉണ്ടാക്കും. പക്ഷെ അത്തരം കണ്ടന്റുള്ള 2 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പെട്ടെന്ന് എത്താൻ സാധ്യതയുള്ള വ്യക്തി ആരാന്നറിയോ? ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. സോ ദിസ് ഈസ് എ ടെസ്റ്റ് ഓഫ് യുവർ കൺസിസ്റ്റൻസി എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. സിലബസ് പഠിക്കുന്നതിനോടൊപ്പം ഇത് നിങ്ങൾ മനസ്സിലിരിക്കണം. ഇനി കുറച്ച് പോയിന്റേഴ്സ് എനിക്ക് നിങ്ങളിത് പറയാനുണ്ട്. അടുത്ത കാലത്ത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഡിഗ്രി ലെവൽ എക്സാമിന് നിങ്ങൾ പഠിക്കാൻ പോവുക. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നോ? അല്ല, ഇപ്പം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് ഏറ്റവും ടഫസ്റ്റ് ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ഡിഗ്രി ലെവൽ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിരുന്നോ? മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു LDC നിലവാരത്തോളം കൂപ്പുകുത്തി. അത് നിലവാരം താണു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുറെ കൂടെ ജനകീയമായി, എളുപ്പമായി. പണ്ട് ഡിഗ്രി ലെവൽ എന്ന് വെച്ചാൽ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴോ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നത്. പക്ഷേ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിക്ക് എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം പഴയ പോലെ ഒരു ബാലികേറാമലയല്ല. മര്യാദയ്ക്ക് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മെയിൻസിന്റെ ചോദ്യ പേപ്പർ ചുമ്മാ എടുത്ത് നോക്കിക്കേ. സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ എന്തോ എളുപ്പത്തിലാണ് ചോദിച്ചതെന്ന് അറിയോ? കഴിഞ്ഞ പരീക്ഷകളൊക്കെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 2 മുതൽ ഇതാണ് അവസ്ഥ. അപ്പൊ പരീക്ഷ കൂടുതൽ ജനകീയമാവുകയും കുട്ടികൾ കൂടുതൽ അപ്രോച്ചബിൾ ആവുകയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ലെവലിൽ. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ വിൻഡോ വിട്ടുകളയാം. ബിക്കോസ് എലക്ഷൻസ് വരാൻ പോവുകയാണ്, മാസ് റിക്രൂട്ട്മെന്റ്സ് നടക്കാൻ പോവുകയാണ്. ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഗോൾഡൻ പീരീഡ് ഞാൻ എന്റെ കരിയർ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മിസ് ഔട്ട് ആക്കരുത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എക്സാംസ് എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇത് ഡിഫിക്കൽട്ട് ആക്കാം ഭാവിയിൽ. ഏതൊരു വേ മര്യാദയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏത് സീൻ ആണെങ്കിലും ആ വ്യക്തി കൂളായിട്ട് അത് ഓവർകം ചെയ്യും, നോ പ്രോബ്ലം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എക്സാമിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ള കാര്യത്തിലാണ്. മാസ് റിക്രൂട്ട്മെന്റ് ആണ്. പൊതുവെ PSCയിൽ മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് 10th +2 ലെവൽ പരീക്ഷകളാണ് അല്ലെ? പക്ഷെ ഡിഗ്രി ലെവലിൽ മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഏക പോസ്റ്റ് ഇതാണ്. എനിക്കൊന്ന് 10-4000 ആൾക്കാർക്ക് ജോലി കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു പരീക്ഷ. അത് ലളിതമായിട്ടുള്ള സിലബസ് ആണ് പുതിയവർ ഇറക്കാറുള്ളത്. ഇത് LDC എക്സാമിന് പോലും പലപ്പോഴും ഇത്രയും നടക്കാറുണ്ടെന്നൊക്കെ സംശയമാണല്ലേ? ഞാൻ ഈ പറയുന്നത് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള, നല്ല ജോലി സാധ്യതയുള്ള പോസ്റ്റുകളെ പറ്റിയാണ്. ഈ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഉള്ള ഒരു പരീക്ഷ, അതും ഡിഗ്രി ലെവൽ എക്സാംസ് എളുപ്പമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മിസ് ഔട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരിക്കും അത്. സോ ഈ ഒരു മാസ് റിക്രൂട്ട്മെന്റിന്റെ സാധ്യതകൾ നിങ്ങൾ
പരമാവധി എക്സ്പ്ലോർ ചെയ്യാം. പണ്ടൊക്കെ പറയുന്നത് ഈ എക്സാം എന്താ പറയാ, എഴുതുന്ന എല്ലാവർക്കും കിട്ടേണ്ട ഒരു എക്സാം എന്ന രീതിയിലാണ് പറയുന്നത് അല്ലേ, നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടേണ്ട ഒരു എക്സാം എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പം കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കടുത്തിട്ടുണ്ട്. എക്സാംസ് ലളിതമാക്കിയെങ്കിലും കോമ്പറ്റീഷൻ കൂടുന്നുണ്ടല്ലോ. കൂടുതൽ കുട്ടികൾ എലിമിനേഷൻ ടെക്നിക്സിലേക്ക് വരുന്നു, ആഴത്തിലുള്ള പഠനത്തിലേക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ ജോലി കയ്യിലിരിക്കും. KSF-ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ശമ്പളമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുള്ള ശമ്പളമാണ് KSF അസിസ്റ്റന്റ് എന്നാണ് എന്റെ വിശ്വാസം. ബാക്കി അലവൻസുകളെ പറ്റി പറയുന്നത് അത് വേറെ. നമുക്ക് ഇഷ്ടമുള്ളത് ജോലി ചെയ്യാൻ ട്രാൻസ്ഫർ ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാം. അവസരങ്ങൾ വലുതാ. പിന്നെ ഇതിനോട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളുടെ വലിയ സിലബസ് ഇതിന്റെ കൂടെ കവർ ആയി പോവാം. ഒരു വെടിക്ക് 2-3 പക്ഷികൾ എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് എല്ലാത്തിനും നമുക്ക് ഒരു ഒറ്റ പഠിത്തത്തിൽ കൂടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലിരിക്കാം. ഓക്കെ, ഇനി ഇത് PSC വിദ്യാർത്ഥികളുടെ സുവർണദശയാണ്. PSC വിദ്യാർത്ഥികൾക്കുള്ള അഡ്വാൻറ്റേജ്. ഇനി ഒരു 4-5 വർഷം മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി വന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അയാൾ PSC ക്രാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ PSCക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അവസ്ഥ അങ്ങനെ മാറിയത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ട്രെൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ് റിക്രൂട്ട്മെന്റ് കാര്യം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. കഷ്ടപ്പെട്ട് പഠിക്കുക, അതിനോടൊപ്പം സിലബസ് ഇഷ്ടപ്പെട്ടും കൂടെ പഠിക്കണം. പണ്ടത്തെ പോലെ റാങ്ക് ഫയൽ കാണാതെ പഠിക്കുന്ന പരിപാടി അല്ല നമുക്ക് വേണ്ടത്. ഇങ്ങനെ പോയിന്റ് പഠിക്കുന്ന പരിപാടി അല്ല നമുക്ക് വേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കണം. എന്നാലാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക. നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് ധാരാളം കണ്ടന്റുകൾ ഉണ്ട്. കയറി നോക്കിയാൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അത് മതി. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. PSC വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു മുൻതൂക്കം നിങ്ങൾ വിട്ട് കളയരുത്. LSTDയുടെ സിലബസ് നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് നോക്കുക. അതൊക്കെ PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹൈലൈറ്റ് ഉള്ള കാര്യങ്ങളാണ്. പണ്ടത്തെ പോലെ UPSCയുമായിട്ട് അത്ര വലിയ ഓവർലാപ്പ് വരുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാര്യം അർഹതയുള്ളവരെ ജോലിയിൽ കയറി പോട്ടെ. ഇനി പല ആൾക്കാരുടെയും സംശയം ഇതാണ്, സ്പെഷ്യൽ ടോപ്പിക്സ് വന്ന് എന്ത് ചെയ്യും? ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ പോലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പല വിദ്യാർത്ഥികളും എഴുതിയിട്ടില്ല. അവർ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ പഠിക്കുന്നുള്ളതായിരുന്നു. സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്സ്, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ചോദ്യങ്ങൾ കണ്ടിരുന്നോ? ഇത്രയും എളുപ്പമുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 കംപ്ലീറ്റ് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നല്ലോ. ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എലിമിനേഷൻ ടെക്നിക്സ് മാത്രം വെച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആവറേജ് ലെവലിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ പഠിക്കണം, പഠിക്കാതെ ഇരിക്കില്ല. പഠിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. പഠിച്ചില്ലെങ്കിൽ പൊട്ടും. PP എന്ന് പറയും. PP പഠിച്ചില്ലെങ്കിൽ പൊട്ടും. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പേടിയിലാണ് പല ആൾക്കാരും ഡിഗ്രി ലെവൽ എക്സാംസിൽ കൈവയ്ക്കാത്തത്. നല്ല കാര്യമാണ്. സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരെ കൈവച്ച് അവർ കയറി പൊക്കോളും. കാര്യം കോമ്പറ്റീഷൻ അത്രയും കുറഞ്ഞോളുമല്ലോ. അവർക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ എളുപ്പമെന്നുള്ള കാര്യം അവർക്കറിയാം. ഇപ്പം മെയിൻസിലേക്ക് വരികയാണ്, ഇപ്പൊ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി 3 മാർക്കാം. സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കുറിച്ച് 45 മാർക്കുണ്ട്. ഈ ഹിസ്റ്ററിക്കകത്ത് 3 മാർക്കിന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ, വേൾഡ്, കേരള ഹിസ്റ്ററിയാണ്. അത്ര ഇല്ല സ്പെഷ്യൽ ടോപ്പിക്സ് മൊത്തം പഠിക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 45 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്ക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചോ, അത്ര ഇല്ല. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളത് നല്ലൊരു കാര്യമാണ്. ഒരു പർട്ടിക്കുലർ എക്സാം ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് അഡ്വാൻറ്റേജ് ആണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം. ഇത് പറയാനുള്ള റീസൺ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചരിത്രത്തിൽ ഇതുവരെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ത് ചെയ്യും അല്ലയ്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകല്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പഠിക്കുന്ന ആൾക്കാർ കൂടുതൽ എഡ്ജ് കിട്ടുന്നത് എപ്പോഴും സ്പെഷ്യൽ ടോപ്പിക്സ് വെക്കുമ്പോഴാണ്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടാൻ സഹായിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സിലബസ് എടുത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം സബ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് സിലബസ് നോക്കുമ്പോൾ ഇത്രയും കാലം കാണും. പക്ഷേ സിലബസ് അത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്ര പേജ് വരുന്നത്. യഥാർത്ഥത്തിൽ മറ്റേ ടോപ്പിക്സിന് അത്ര കണ്ടന്റ് ഇവിടെ പഠിക്കണ്ട. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതിന് ഹൈലൈറ്റ്. അപ്പൊ തെറ്റിദ്ധാരണകൾ മാറ്റി വെച്ച് കറക്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മുന്നോട്ട് പഠിച്ചു പോവാം. ഇത് ഒരു ഡിജിറ്റൽ യുഗമാണ്. ഇവിടെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. എനിക്കറിയാം ഇപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോപ്പമിൻ റഷിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, മിനിറ്റ് മൊബൈൽ ഫോൺ ടാബ് നോക്കി റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആക്ച്വലി ഒരു അവസരമാണ്. എല്ലാവരും അതിനെ പുറകെ പോകുമ്പോഴത്തേക്കും ആ ഒരു ബ്രെയിൻ റോട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിക്കുക. ദാറ്റ് ഈസ് ഹൗ റാങ്ക് ഹോൾഡേഴ്സ് ആർ ബോൺ, റാങ്ക് ഹോൾഡേഴ്സ് ആർ മെയ്ഡ്. നിങ്ങൾ റാങ്ക് ഹോൾഡർ മെന്റാലിറ്റിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ബിക്കോസ് ശരാശരി വിദ്യാർത്ഥിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് PSC എക്സാം എന്ന് പറയുന്നത്. ഞാൻ അത്തരത്തിലൊരു വിദ്യാർത്ഥി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി തറപ്പിച്ച് പറയാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റിലേക്ക് വന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്കും ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ സാധിക്കും.
ആ ഒരു യാത്ര നിങ്ങളുടെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി ഞങ്ങൾ പല ബാച്ചുകളും ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ ബാച്ചൊക്കെ വെറും 500 രൂപ മാത്രമാണുള്ളത്. എല്ലാ ടോപ്പിക്സും അത് കവർ ചെയ്യും. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ബാച്ച്, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ബാച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് പ്രിലിംസ് ബാച്ച് ആണ്, ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആണ്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ കിട്ടും. വിദ്യാരംഭ ഓഫർ പ്രമാണിച്ച് ഈ ബാച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10th പ്ലസ് 2 പരീക്ഷകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ജനറൽ PSC ബാച്ച്, LD സിലബസ് അടക്കം കവർ ചെയ്യുന്ന ജനറൽ PSC ബാച്ച് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. നിലവിലുള്ള ഫീസിനേക്കാൾ 500 രൂപ കുറഞ്ഞാണ് വിദ്യാരംഭത്തിന് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓൾറെഡി അഫോർഡബിൾ ആണ്, ഇത് കൂടുതൽ ഞങ്ങൾ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട്. സോ ഈ വിദ്യാരംഭം എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെയും കൂടെ ഒരു ആരംഭമായിരിക്കണം, ഒരു ബ്യൂറോക്രാറ്റിക് ലൈഫിന്റെയും കൂടെ ഒരു ആരംഭം ആയിരിക്കണം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കട്ടയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ്, ടെലിഗ്രാം ചാനൽസ് വഴി ഇഷ്ടംപോലെ കണ്ടന്റുകൾ തരും. ടെലിഗ്രാം ചാനലിലെ ഡെയിലി മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട നിങ്ങളുടെ ഒരു ഉറപ്പാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കും. ഞാൻ ഇത്രയും വായിട്ട് അരച്ചതല്ലേ, നിങ്ങൾ പഠിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തരണം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും എനിക്ക് ലഭിക്കുന്നതാണ്. സോ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക, ഐ വിൽ, നിങ്ങൾ ചെയ്തിരിക്കും, ആത്മാർത്ഥമായി പഠിക്കും എന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.